PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക് ഭവൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്നാണ് പരിശോധിക്കുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഗവർണർക്ക് ലഭിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ തന്നെയാണ് നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നത്. അരുൺ, PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ ഗവർണറിന്റെ അടുക്കിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇടപെടാൻ പോവുകയാണ്. എന്തൊക്കെയാണ് തുടർ നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ? യുവമോർച്ചയുടേതുൾപ്പെടെ നിരവധി പരാതികളാണ് ഗവർണർക്ക് മുന്നിൽ PSCയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. അതെങ്ങനെ ഇടപെടാമെന്ന കാര്യം ഗവർണർക്ക് ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. ആ PSCയെ നേരിട്ട് നടപടിയെടുക്കാനോ പിരിച്ചുവിടാനോ ഗവർണർക്ക് കഴിയില്ല. പിരിച്ചുവിടണമെന്ന ആവശ്യമാണ്, പരാതികളാണ് ഗവർണർക്ക് മുൻപാകെയുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ 370 അനുച്ഛേദ പ്രകാരമുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കാൻ ആലോചിക്കുന്നത്. അതിന് മുന്നോടിയായി ഗവർണറുടെ ഓഫീസ് ലോക് ഭവൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ സർക്കാരിൻ്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. പക്ഷേ അന്വേഷണത്തിൽ ഗവർണർക്ക് ലോക് ഭവന് പൂർണ്ണ തൃപ്തിയില്ല. ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേട് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മറ്റു പരീക്ഷ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായ ഒരു നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ടാണ് സംസ്ഥാന ഭരണത്തലവൻ കൂടിയായ ഗവർണർ PSCയുടെ ഈ വിവാദത്തിൽ ഇടപെടുന്നത്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ. ഗവർണർക്ക് നേരിട്ട് PSC പിരിച്ചുവിടാൻ കഴിയില്ല. ഗവർണർ ഈ വിഷയം റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗവർണർ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് നൽകണം. രാഷ്ട്രപതി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. സുപ്രീം കോടതി വേണം അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്. സുപ്രീം കോടതി അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടം വന്നാൽ അപ്പോൾ വീണ്ടും ഗവർണർക്ക് ഇടപെടാം. ആ സമയത്ത് ഗവർണർക്ക് ഈ PSC അംഗങ്ങളെയും ചെയർമാനെയും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നീട് സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അവിടെ ഈ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ PSC തന്നെ പിരിച്ചുവിടാനുള്ള അധികാരം ആ ഘട്ടത്തിൽ ഗവർണർക്ക് ലഭിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ഇടപെടൽ, സുപ്രീം കോടതി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിന് കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിനുള്ള വഴികൾ ഇപ്പോൾ നിയമോപദേശം ഗവർണർ തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയത്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. ഗവർണർക്ക് ഇടപെടാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ, അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കാനാണ് ലോക് ഭവൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ശരി അരുൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.